ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരാഗ്വെ പ്രസിഡന്റ് സാന്റിയാഗോ പെന പലാസിയോസുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സ്കൂൾ സംവിധാനങ്ങളെയാകെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലേക്ക്. LDF സ്ഥാനാർത്ഥി M. സ്വരാജ് നാമനിർദ്ദേശ പത്രിക നൽകി. തൃണമൂൽ സ്ഥാനാർത്ഥിയായി പത്രിക നൽകാൻ PV അൻവർ. IPL ക്രിക്കറ്റിൽ നാളെ കിരീട പോരാട്ടം. ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പരാഗ്വെ പ്രസിഡന്റ് സാന്റിയാഗോ പെന പലാസിയോസ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രസിഡന്റ് പെനയുടെ കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, വിദേശകാര്യമന്ത്രി S. ജയശങ്കർ എന്നിവരുമായും പരാഗ്വെ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ IATA-യുടെ 81ാമത് പൊതുയോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ആഗോള വ്യോമയാന മേഖലയിലെ പ്രമുഖർ, അന്താരാഷ്ട്ര മാധ്യമ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടെ 1600-ലധികം പേർ പങ്കെടുക്കും. വ്യോമയാന മേഖലയെ സംബന്ധിച്ച പ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. സ്കൂൾ സംവിധാനങ്ങളെയാകെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അറിവ് ലഭിക്കുന്നതിലേക്ക് മാത്രമായി വിദ്യാലയ ജീവിതം ചുരുങ്ങരുതെന്നും അക്കാദമിക മികവ് വളർത്താനുള്ള ഭരണപരമായ നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മികച്ച ജീവിതം കെട്ടിപ്പടുക്കാൻ അറിവിനൊപ്പം വിവേകവും വേണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എല്ലാ കുഞ്ഞുങ്ങളുടെയും കൈകളിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ കഴിഞ്ഞ അധ്യയന വർഷം അവസാനിക്കുമ്പോൾ തന്നെ എത്തിച്ചേർന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ഉന്നം തന്നെ അറിവ് നേടലാണ്. അറിവ് ആർജിച്ച് ആത്മവിശ്വാസത്തോടെ വളരുന്നതിന്റെ ആനന്ദമാണ് ഈ ആധുനിക കാലത്ത് വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ടത്. അതിലേക്കാണ് നമ്മുടെ കുരുന്നുകൾ ചുവടുവെക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനായി. മന്ത്രിമാരായ സജി ചെറിയാൻ, P. പ്രസാദ്, ജനപ്രതിനിധികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. +1 പ്രവേശനത്തിനായുള്ള ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ആദ്യ അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം വ്യാഴാഴ്ച പൂർത്തിയാകും. ഈ മാസം 10-ന് 2ാം അലോട്ട്മെന്റും 16-ന് 3ാം അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. 18-നാണ് +1 ക്ലാസുകൾ ആരംഭിക്കുക. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വിവിധയിടങ്ങളിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കുട്ടനാട്ടിൽ ജലനിരപ്പ് താഴ്ന്നതോടെ ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. വെള്ളം ഇറങ്ങിയതോടെ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ KSRTC സർവീസ് പുനരാരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ജലനിരപ്പ് താഴ്ന്നതോടെ കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും ജനം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ബന്ധുവീടുകളിൽ നിന്നും സ്വന്തം വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. എങ്കിലും താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിലാണ്. നിലവിൽ ആലപ്പുഴ ജില്ലയിൽ 68 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3000-ത്തോളം കുടുംബങ്ങളാണ് കഴിയുന്നത്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ KSRTC ബസ് സർവീസ് പുനരാരംഭിച്ചു. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. LDF സ്ഥാനാർത്ഥി M. സ്വരാജ് അല്പം മുൻപ് നാമനിർദ്ദേശ പത്രിക നൽകി. തൃണമൂൽ സ്ഥാനാർത്ഥിയായി പത്രിക നൽകുമെന്നും ചിഹ്നം അംഗീകരിച്ചില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും മുൻ MLA PV അൻവർ പറഞ്ഞു. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും ഇന്ന് പത്രിക നൽകുമെന്നാണ് വിവരം. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് നേരത്തെ പത്രിക നൽകിയിട്ടുണ്ട്. നിലമ്പൂരിൽ ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. KSRTCക്ക് 93.73 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. പെൻഷൻ വിതരണത്തിനായി 73.73 കോടി രൂപയും മറ്റ് കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി 20 കോടി രൂപയുമാണ് അനുവദിച്ചത്. ഈ സർക്കാരിന്റെ കാലത്ത് 6401 കോടിയോളം രൂപയാണ് KSRTCക്ക് നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
കാർഷിക മേഖലയിലെ വിദഗ്ധർ കർഷകരുമായി സംവദിക്കുന്ന വികസിത കൃഷി സങ്കൽപ് അഭിയാൻ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 12 വരെയാണ് ക്യാമ്പയിൻ. കാർഷിക രംഗത്തെ വിദഗ്ധരും ഗവേഷകരും നൂതന സാങ്കേതിക വിദ്യകൾ കർഷകരുമായി പങ്കുവയ്ക്കുകയും സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യും. സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം ബുധനാഴ്ച വരെ ലഭ്യമാകും. കാലവർഷ സാഹചര്യം കണക്കിലെടുത്താണ് നടപടി. അതിനിടെ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ വെള്ള, നീല പൊതുവിഭാഗം റേഷൻ കാർഡുകൾ പിങ്ക് കാർഡ് വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് ഇന്നു മുതൽ അവസരമുണ്ടാകും. അർഹരായ കാർഡ് ഉടമകൾക്ക് ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 15 വരെ അപേക്ഷ നൽകാം. രാജ്യത്തുടനീളം ഇതുവരെ 3960-ലധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്, 1035 എണ്ണം. മഹാരാഷ്ട്രയിൽ 506-ഉം ഡൽഹിയിൽ 483 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. അഹമ്മദാബാദിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ രാത്രി നടന്ന ക്വാളിഫയർ 2 മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് പഞ്ചാബ് കിങ്സ് കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. IPL-ൽ ഇതുവരെ കിരീടം നേടിയിട്ടില്ലാത്ത 2 ടീമുകളാണ് നാളെ ഫൈനലിൽ മാറ്റുരയ്ക്കുന്നത്. ആരു ജയിച്ചാലും പുതിയൊരു ചാമ്പ്യന്റെ പിറവിക്കാകും ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിക്കുക. പാരീസിലെ റോളൻ ഗാരൂസിൽ നടക്കുന്ന ഫ്രഞ്ച് ഓപ്പൺ ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പ്രീ ക്വാർട്ടറിൽ അമേരിക്കൻ താരം ബെഞ്ചമിൻ ഷെൽറ്റനെയാണ് അൽക്കാരസ് പരാജയപ്പെടുത്തിയത്. വനിതാ സിംഗിൾസിൽ ലോക 1-ാം നമ്പർ താരം ആര്യന സവലങ്ക, നിലവിലെ ചാമ്പ്യൻ ഇയാ സ്വിയാടെക് എന്നിവരും ക്വാർട്ടർ ഫൈനലിൽ കടന്നു. വറ്റിവരണ്ട് കിടന്നിരുന്ന ഹൈറേഞ്ചിലെ വെള്ളച്ചാട്ടങ്ങൾ മഴക്കാലം എത്തിയതോടെ ജലസമൃദ്ധമായി. വെള്ളച്ചാട്ടങ്ങളുടെ ഭംഗി ആസ്വദിക്കാൻ ഇടുക്കിയിലേക്ക് ധാരാളം സഞ്ചാരികളാണ് എത്തുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ഒരാഴ്ചയായി മഴ തിമിർത്ത് പെയ്തതോടെ ഹൈറേഞ്ചിലെ വെള്ളച്ചാട്ടങ്ങളൊക്കെയും വേനൽ കവർന്ന ഭംഗി വീണ്ടെടുത്തു കഴിഞ്ഞു. ചീയപ്പാറ, വാളറ, കുത്തുങ്കൽ, വളഞ്ഞങ്ങാനം, ഇലപ്പള്ളി തുടങ്ങി പേര് കേട്ടതും കേൾക്കാത്തതുമായ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ ഹൈറേഞ്ചിലുണ്ട്. യാത്രാമധ്യേ പാതയോരങ്ങളിൽ കാണുന്ന വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങി അല്പനേരം ഭംഗി ആസ്വദിച്ച ശേഷമാണ് ഭൂരിഭാഗം സഞ്ചാരികളും കടന്നുപോകുന്നത്. ശക്തമായ മഴ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. മഴയുടെ ശക്തി കുറഞ്ഞതോടെ നിയന്ത്രണങ്ങൾ നീക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 265 പോയിന്റ് താഴ്ന്ന് 81,186-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 73 പോയിന്റ് നഷ്ടത്തിൽ 24,680-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 8,950 രൂപയും പവന് 71,600 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ 9-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കരുതെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെയും പ്രതിഷേധം. അപ്രതീക്ഷിതമായി ഡിവിഷൻ നിർത്തലാക്കാൻ തീരുമാനിച്ചാൽ വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുമെന്ന് പ്രധാന അധ്യാപികയുടെ ഓഫീസിൽ പ്രതിഷേധിച്ച രക്ഷിതാക്കൾ പറഞ്ഞു. പോലീസ് എത്തി ഓഫീസിൽ നിന്നും പ്രതിഷേധക്കാരെ മാറ്റി. തൽസ്ഥിതി തുടരാം എന്ന ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിച്ചു. കുടുംബശ്രീ നടത്തുന്ന വലിയ സാമൂഹ്യ ഇടപെടലിന്റെ മികച്ച ഉദാഹരണമാണ് ബഡ്സ് സ്കൂളുകളും പുനരധിവാസ കേന്ദ്രങ്ങളുമെന്ന് മന്ത്രി എം പി രാജേഷ്. ബൌദ്ധിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായുള്ള ബഡ്സ് സ്കൂളുകളുടെ പ്രവേശനോത്സവം എറണാകുളം പുത്തൻകുരിശ് നടുവുകോട് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 378 ബഡ്സ് സ്ഥാപനങ്ങളിലും ഇന്ന് പ്രവേശനോത്സവം നടന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ മുൻകൂർ അനുമതിയില്ലാതെ കുഴിക്കരുതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഏത് വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് കുഴിക്കൽ നടപടിയെന്ന് ജില്ലാ കളക്ടർ പരിശോധിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. കുടിവെള്ള പ്രശ്നം പോലെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് പ്രാധാന്യമനുസരിച്ച് മാത്രം റോഡുകൾ കുഴിക്കാൻ അനുമതി നൽകിയാൽ മതിയെന്നും കോഴിക്കോട് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ മുന്നോടിയായി നീരെഴുന്നള്ളത്ത് ഇന്ന്. ഈ മാസം 8-ന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖ മഹോത്സവം ആരംഭിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരാഗ്വേ പ്രസിഡന്റ് സാന്റിയാഗോ പെന പലാസിയോസുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സ്കൂൾ സംവിധാനങ്ങളെയാകെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലേക്ക്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് നാമനിർദ്ദേശ പത്രിക നൽകി. തൃണമൂൽ സ്ഥാനാർത്ഥിയായി പത്രിക നൽകാൻ PV അൻവർ. IPL ക്രിക്കറ്റിൽ നാളെ കിരീട പോരാട്ടം. ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.